ഹായ് എവരിവൺ, 10th പ്രിലിംസ് എക്സാമിൻ്റെ SCRT ബയോളജി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാൻ പോകുന്നുള്ള പാഠഭാഗം 7ാം ക്ലാസ്സിലെ ഒരു പാഠഭാഗമാണ് കേട്ടോ. സുരക്ഷ ഭക്ഷണത്തിലും എന്ന് പറയുന്നുള്ള ഒരു പാഠഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലേ. ബാക്ടീരിയ പകർത്തുന്ന രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ വൈറസ് പകർത്തുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ആഹാരത്തിലൂടെയും നമ്മുടെ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ സുരക്ഷ ഭക്ഷണത്തിലും എന്ന പാഠഭാഗത്തിലൂടെ നമ്മളതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്കൊരു മാവും ആ മാവിൽ നിന്ന് ഒരു മാങ്ങ കുത്തി പറന്നുകൊണ്ട് പോകുന്നുള്ള ഒരു പക്ഷിയും ഒരു കുട്ടിയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ മാങ്ങയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് മാങ്ങ. ഇതാണ് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് മാങ്ങ. പിന്നെ മാങ്ങ നമുക്കറിയാം അത് നാരുകളുടെയും ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അല്ലേ, അതുപോലെ തന്നെ വിറ്റാമിനുകളുടെയും കലവറയാണ് ഈ പറഞ്ഞിരിക്കുന്ന മാങ്ങ എന്ന് പറയുന്നത്. എന്താണ്? നാരുകളുടെയും വിറ്റാമിനുകളുടെയും കലവറയാണ് മാങ്ങ. കണ്ണ്, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് മാങ്ങ ഗുണകരമാണ്. മാങ്ങയുടെ ഉപയോഗം രോഗപ്രതിരോധ ശേഷിയും കൂട്ടും. അപ്പോൾ മാങ്ങയ്ക്കകത്ത് പ്രതിരോധ ശേഷി കൂട്ടിത്തരാനുള്ള ഒരാളുണ്ട്. നമ്മുടെ വിറ്റാമിൻ സി പോലുള്ള വിറ്റാമിനുകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാരുകളൊക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതാണ് മാങ്ങ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്? പഴങ്ങളുടെ രാജാവാണ് മാങ്ങ. അതുകൂടി നമ്മൾ അതിനകത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ മാങ്ങകളൊക്കെ നമുക്കറിയാം സീസണലാണ് അല്ലേ. ഓരോ കാലത്ത് മാത്രമേ മാങ്ങയുടെ സീസണിൽ മാത്രമേ നമുക്കത് കിട്ടാറുള്ളൂ. അപ്പോൾ അത് നമുക്ക് മറ്റുള്ള കാലത്ത് കൂടി നമുക്കതിൻ്റെ രുചി അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒന്ന് മാങ്ങ ഉപ്പുവെള്ളത്തിലിട്ട് വെക്കാറുണ്ട്, അതുപോലെ തന്നെ മാങ്ങ അച്ചാറിട്ട് വെക്കാറുണ്ട് അല്ലേ. അങ്ങനെ പലതരത്തിൽ നമ്മളതിനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് കേടുവരാതെ. മാങ്ങ മാത്രമല്ല, നമ്മൾ മറ്റുള്ള പഴങ്ങളും അതുപോലെ തന്നെ ഇപ്പം മുളകായാലും ഉണക്കി സൂക്ഷിക്കാറുണ്ട്. മുളകിനെ കൊണ്ടാട്ടം പോലെ അതാണെങ്കിലും കേടുവരാതെ നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാം. മുന്തിരി ഉണക്കിയത് അത് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെറി, അതുപോലെ തന്നെ നെല്ലിക്ക, ഇതൊക്കെ നമ്മൾ ഉപ്പിലിട്ടിട്ടൊക്കെ അതിനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇങ്ങനെ എന്തിനാണ് സൂക്ഷിച്ച് വെക്കുന്നത്? അതിനർത്ഥം എന്താണ്? അതിനകത്ത് കേടുവരാണ്ട് നമുക്ക് ഒരുപാട് കാലം അതിനെ അതേ രുചിയിൽ തന്നെ നമുക്കത് കഴിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ. വിശ്വസിക്കുന്നതല്ല, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സീസണിൽ കിട്ടുന്ന കാര്യങ്ങളും ഇതുപോലെ ഉണക്കിയും അതുപോലെ തന്നെ ഉപ്പിലിട്ടിട്ടൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുള്ളത്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഇപ്പം നമ്മൾ മുളക് ഒരിക്കലും ഉപ്പ് വെള്ളത്തിലിട്ടിട്ടൊന്നും സൂക്ഷിക്കാറില്ല. അത് നമ്മൾ ഉണക്കിയിട്ടാണ് സൂക്ഷിക്കാറുള്ളത്, അല്ലെങ്കിൽ കൊണ്ടാട്ടം പോലെയാണ് ഉണ്ടാക്കി വെക്കാറുള്ളത്. മുന്തിരിയും അതുപോലെ തന്നെ ഉപ്പിലിട്ട് വെക്കാറില്ല. അവിടെ നമ്മളത് ഉണക്കിയാണ് സൂക്ഷിക്കുന്നത്. ഇനി മാങ്ങയാണെങ്കിൽ ഉപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നുള്ളത്. നെല്ലിക്കയും ഉപ്പ് വെള്ളത്തിലാണ്. പക്ഷെ നമ്മൾ ചെറിയാണെങ്കിലോ പഞ്ചസാര ലായനിയിലാണ്. അപ്പോൾ ഓരോ ഭക്ഷണവും നമ്മൾ സൂക്ഷിക്കുന്നത് പല വ്യത്യസ്ത രീതികളിലാണ്. ഉണക്കിയിട്ടാണെങ്കിൽ ഈർപ്പമുള്ള സാഹചര്യത്തിലും ഉചിതമായ താപനിലയിലുമാണ് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഉണക്കിയിട്ടാകുമ്പോൾ നമ്മൾ അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് വെള്ളം, ഇപ്പോൾ പച്ചമുളക് അത് പഴുത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഈർപ്പം കൂടുതലായിരിക്കും. അതിനെ നമ്മൾ ഉണക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ ഈർപ്പം നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈർപ്പമുള്ള സാഹചര്യം നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നു. അതിലൂടെ അവിടെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കില്ല. അങ്ങനെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ? ഭക്ഷണം കേടുവരികയുള്ളൂ. ഇനി ചാക്കിൽ കെട്ടിവെച്ച അരിയിൽ അല്പം വെള്ളം വീഴാൻ ഇടയായാൽ അരി കേടുവരുമോ? അരി നമ്മൾ ഉണക്കിയിട്ടാണ് സൂക്ഷിക്കുന്നത് അല്ലേ. നെല്ലിൽ നിന്ന് കിട്ടുന്ന അരി നമ്മൾ എല്ലാ കൊയ്യലും വിതയ്ക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം, കൊയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ ഉണക്കിയിട്ട് നല്ല വൃത്തിയിൽ ഉണക്കിയിട്ടാണ് അതിനെ സൂക്ഷിക്കുന്നത് അല്ലേ. അങ്ങനെ സൂക്ഷിച്ച അരിയിലേക്ക് എങ്ങനെയെങ്കിലും ഈർപ്പം വരാനുള്ള സാഹചര്യം ഉണ്ടായാൽ ആ അരിക്കകത്ത് പല പുഴുക്കളും അതുപോലുള്ള പല സൂക്ഷ്മജീവികളും വളരാൻ തുടങ്ങും. അവിടെ പൂപ്പലൊക്കെ വരും, അരി മോശമാവും. അപ്പോൾ അങ്ങനെ നനവ് പറ്റാതെയാണ് നമ്മളിപ്പം ഉണക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടത്. അതാണ് ഉണക്കി വെക്കുന്നത്. അതും നമ്മുടെ ഭക്ഷണം സുരക്ഷിതമായി കീപ്പ് ചെയ്യുന്നതാണ്. സൂക്ഷ്മജീവികളുടെ ആക്രമണമൊന്നുമില്ലാണ്ട് എപ്പോഴും കേടുവരാതെ ആ ഭക്ഷണത്തെ സൂക്ഷിക്കുന്നതാണ് ഉണക്കി സൂക്ഷിക്കുന്നത്. ഇനി ഉപ്പിലിടുന്നത് ഉപ്പിലിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെ ഒരുപാട്, ഇപ്പം നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഉപ്പിലിട്ടിട്ട് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഉപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല ഭക്ഷ്യവസ്തുക്കളെയും കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ശുദ്ധജലത്തിലുള്ളത്, ഇത് ഉപ്പ് ലായനിയിലുള്ളത്. അപ്പോൾ
എന്താണ് ചേമ്പിൻ തണ്ട് ഇവിടെ ശുദ്ധജലത്തിലാണെങ്കിൽ അവർ നല്ല ഉഷാറായിട്ടുണ്ട് അല്ലേ, അവർക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ ഉപ്പ് ലായനിയിലിട്ടപ്പോഴെന്താണ് അവർ കുറച്ച് തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചേമ്പിൻ തണ്ട് നമ്മുടെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോശങ്ങളിൽ നിന്ന്, നമുക്കറിയാം എല്ലാ ശരീരവും എന്താണ് കോശങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ അതിൻ്റെ കോശങ്ങളിൽ നിന്ന് ജലം ഉപ്പുവെള്ളത്തിലേക്ക് പ്രവഹിക്കുന്നു. എന്താണ് ഉപ്പ് ലായനിക്കകത്ത് ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലല്ലേ. അപ്പോൾ ആ ഉപ്പ് വെള്ളത്തിലേക്ക് നമ്മുടെ ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിൽ നിന്നുള്ള വെള്ളം എങ്ങോട്ട് പ്രവേശിക്കുന്നു? നമ്മുടെ ഉപ്പ് ലായനിയിലോട്ട് പ്രവേശിക്കുന്നു. അങ്ങനെ ഉപ്പ് ലായനിയിലോട്ട് പ്രവേശിച്ച് എന്ത് സംഭവിക്കും? ഈ നമ്മുടെ ചേമ്പിൻ തണ്ടിലെ കോശങ്ങളെല്ലാം ചുരുങ്ങുകയും അതുപോലെ തന്നെ ആ തണ്ട് വാടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ് നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചാൽ നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക കഴിക്കുമ്പോൾ തന്നെ അതിന് കൂടെ ചിലവർ വെള്ളം കുടിച്ച് നോക്കാറില്ല. അപ്പോൾ ആ വെള്ളത്തിന് എന്താണ് നെല്ലിക്കേൻ്റെ ഒരു ടേസ്റ്റ് ആ വെള്ളത്തിന് വന്നിട്ടുണ്ടാവാറുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ്? ആ നെല്ലിക്കയിൽ നിന്ന് നെല്ലിക്കയുടെ അകത്തുള്ള കോശങ്ങളിലെ വെള്ളം ആ ഉപ്പ് ലായനിയിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ മാങ്ങയായാലും ഉപ്പ് വെള്ളത്തിലിട്ടാൽ എന്താ സംഭവിക്കുക? മാങ്ങക്ക് ചുരുണ്ടു പോകാറുണ്ട് അല്ലേ. നല്ല മാങ്ങയുടെ ഷേപ്പൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അത് ഉപ്പ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതേ ഷേപ്പിലാണോ ഉണ്ടാവുക? അതേ ആകൃതിയിലാണോ ഉണ്ടാവുക? അല്ല, അത് ചുരുങ്ങി ചെറുതായിട്ട് മാറാറുണ്ട്. അപ്പോൾ എന്താണ്, ഭക്ഷണ സാധനങ്ങൾ നമ്മൾ എപ്പോഴും ഏതൊരു ഭക്ഷണ സാധനം എടുത്താലും, അതിപ്പോൾ നിങ്ങൾ ഏത് എക്സാമ്പിൾ എടുത്ത് നോക്കിയാലും അതിനെ ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിനകത്തുള്ള കോശങ്ങളിൽ നിന്ന് വെള്ളം ഈ ഉപ്പ് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നു. അത് കൂടെ തന്നെ ആരുടെ കോശങ്ങളിൽ നിന്നും ഇതുപോലത്തെ ജലാംശം ഉപ്പ് വലിച്ചെടുക്കും? നമ്മുടെ സൂക്ഷ്മജീവികളുടെ ശരീരത്തിൽ നിന്നുള്ള ജലാംശം കൂടി ഈ ഉപ്പ് വലിച്ചെടുക്കും. അങ്ങനെ ഈ സൂക്ഷ്മജീവികളുടെ കോശത്തിനകത്തുള്ള ജലാംശം ഉപ്പ് വലിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ജീവികൾക്ക് എന്താണ് അവിടെ വളരാൻ സാധിക്കില്ല, അവർ നശിച്ചു പോകും. ഓക്കെ, ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ പഞ്ചസാര ലായനിയിലിട്ട് വെക്കുമ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പഞ്ചസാര ലായനിയിലും ഉപ്പ് ലായനിയിലും ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ്, ഉണക്കി സൂക്ഷിക്കുമ്പോൾ നമ്മുടെ സൂക്ഷ്മജീവികൾക്ക് വളരാനുള്ള സാഹചര്യം ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ്, അവർക്ക് വെള്ളം ആവശ്യമാണ്, ഈർപ്പം ആവശ്യമാണ്. അതില്ലാണ്ട് സൂക്ഷ്മജീവികൾ അപൂർവം ചില സൂക്ഷ്മജീവികളെ വളരുള്ളൂ. അപ്പോൾ അവർക്കത് വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്നത്. പിന്നെ ഉപ്പ് വെള്ളത്തിലിടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഉപ്പ് എന്ത് ചെയ്യും? ഉപ്പ് വെള്ളത്തിലുള്ള ഉപ്പ് എന്ത് ചെയ്യും? നമ്മുടെ കോശങ്ങളിൽ നിന്നൊക്കെയുള്ള വെള്ളം വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അവരവിടെ നശിച്ചു പോകുന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്തെങ്കിലും സാധനം നമ്മൾ മോശമാവുമെന്ന് വെച്ച് പെട്ടെന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാറുണ്ട്, റെഫ്രിജറേറ്റർ അല്ലേ. അവിടെ എന്താ ചെയ്യുന്നുള്ളത്? നമ്മുടെ പുറമേയുള്ള താപനിലയിൽ നിന്നും കുറഞ്ഞ താപനിലയാണ് ഈ റെഫ്രിജറേറ്ററിനകത്ത്. അപ്പോൾ അങ്ങനെ കുറഞ്ഞ താപനിലയിൽ എല്ലാ സൂക്ഷ്മജീവികൾക്കും വളരാൻ സാധിക്കില്ല. അപൂർവം ചില സൂക്ഷ്മജീവികൾ മാത്രമാണ് അതിനകത്തൊക്കെ വളരുക. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതുപോലുള്ള താഴ്ന്ന താപനിലയിൽ സൂക്ഷിച്ചാൽ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതുപോലുള്ള റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് സൂക്ഷിക്കുന്നത്. ഇനി നമ്മൾ റെഫ്രിജറേറ്ററിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുമ്പോൾ അവിടെ സൂക്ഷ്മജീവികൾ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെന്താണ്, ഫ്രിഡ്ജിൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അല്ലേ. നമ്മൾ പുറത്തെടുക്കുകയും അകത്ത് വെക്കുകയും പുറത്തെടുക്കുകയും അകത്ത് വെക്കുകയും അതുപോലെ തന്നെ അകത്ത് വെക്കുമ്പോൾ വൃത്തിയോടുകൂടി വേണം അത് അകത്ത് വെക്കാൻ. ഇല്ലെങ്കിൽ അതിനകത്ത് സൂക്ഷ്മജീവികൾ കയറിയിട്ട് അപൂർവം ചില ജീവികൾക്ക് എന്താണ് ഈ താപനിലയിലും ജീവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ജീവികൾ അവിടെ എന്താണ്, അവരുടെ എണ്ണം അവിടെ കൂടും. അപ്പോൾ അവിടെ അത് എന്താണ്, ഫുഡ് സ്പോയിൽ ചെയ്യാൻ തുടങ്ങും, മോശമാക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും വൃത്തിയിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് ഒന്ന്. പിന്നെ എങ്ങനെയായാലും നമുക്കറിയാം ഈ ഭക്ഷ്യവസ്തുക്കൾ എങ്ങനെ കേടുവരുന്നുള്ളത്. ആ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ പൊതുവേ കണ്ടിട്ടുണ്ടല്ലേ, പച്ചക്കറികളൊക്കെ എന്താണ് പൂപ്പൽ വരുന്ന പോലെ അല്ലെ, ഒരു കറുത്തത് അല്ലെങ്കിൽ വെളുത്ത പൂപ്പൽ, അങ്ങനെ പലതരത്തിലുള്ള കളർ വ്യത്യാസം അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ബാക്ടീരിയ, പൂപ്പൽ തുടങ്ങിയവ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പ്രധാനമായിട്ട് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ ജീർണിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഭക്ഷ്യം പുറത്തെടുത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്ന ബാക്ടീരിയം, ഫംഗസ് അതുപോലെ തന്നെയുള്ള പല സൂക്ഷ്മജീവികൾ അതിനകത്ത് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ചാൽ അവർ മോശമാവും. അതുപോലെ തന്നെ കൂടിയ താപനിലയിൽ നമുക്ക് ഒട്ടുമിക്ക ജീവികളും നശിച്ചു പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കറികളൊക്കെ ചൂടാക്കുന്നുള്ളത് അല്ലേ. ചൂടോട് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് നമ്മുടെ ബാക്ടീരിയനൊക്കെ നശിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ താപനിലയിൽ അവർക്ക് വളരാൻ സാധിക്കില്ല.
ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് കേടുവരുന്നത് എങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഈ ബാക്ടീരിയ, അതുപോലെ തന്നെ ഫംഗസ്, പൂപ്പൽ അതുപോലുള്ളവർ നമ്മുടെ ഭക്ഷണത്തിൽ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ചാൽ അവർ വിഘടിക്കും നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളെ. അങ്ങനെയാണ് എന്താണ് ഭക്ഷണം കേട് വരുന്നുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ചില ഭക്ഷണങ്ങൾ നമുക്കറിയില്ല അത് മോശമായിട്ടുണ്ട് എന്ന്. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടും അത് കുറച്ചല്ലേ മോശമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ. അങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ കേടുവന്ന് നമ്മൾ അറിയാണ്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത് ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാവുന്നു ഇല്ലേ. ഫുഡ് പോയ്സണിങ് മൂലം മരിച്ചു പോകുന്ന കണ്ടീഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട്, ഇതുപോലുള്ള ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ലോകാരോഗ്യ സംഘടന 5 സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1, ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുന്നതിന് മുമ്പേ നന്നായി വൃത്തിയാക്കണം. അല്ല നമ്മൾ എവിടെ നിന്നൊക്കെയോ വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണെങ്കിലും അതിനകത്ത് മണ്ണും പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അത് പാകം ചെയ്യുക. ഇനി പാകം ചെയ്തവയും പാകം ചെയ്യാത്തവയും തരം തിരിച്ച് സൂക്ഷിക്കണം. എന്താണ് പാകം ചെയ്തവയും പാകം ചെയ്യാത്തവയും തരം തിരിച്ച് വേണം സൂക്ഷിക്കാൻ. അതുപോലെ തന്നെ യോജ്യമായ രീതിയിൽ പാകം ചെയ്യുക. നമ്മൾ പല ഹോട്ടൽസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു പ്രാവശ്യം യൂസ് ചെയ്ത എണ്ണ തന്നെ ഒരുപാട് കാലം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പഴകിയ സാധനങ്ങളെടുത്ത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക. അങ്ങനെ എല്ലാ ഹോട്ടൽസും അല്ല, ചില ഹോട്ടൽസ് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ യോജ്യമായ രീതിയിൽ തന്നെ പാചകം ചെയ്യണം. പിന്നെ സുരക്ഷിത താപനിലയിൽ സൂക്ഷിക്കുക. ഇപ്പോൾ റെഫ്രിജറേറ്ററിലാണെങ്കിൽ അവിടെ തന്നെ സൂക്ഷിക്കുക, അല്ല ഉയർന്ന താപനിലയിലാണെങ്കിൽ അവിടെ സൂക്ഷിക്കുക. അതായത് സുരക്ഷിത താപനിലയിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ശുദ്ധജലം വേണം നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. ശുദ്ധജലവും ശുദ്ധമായ അസംസ്കൃത വസ്തുക്കളും ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ. 5 സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ നമുക്ക് പല ക്വസ്റ്റ്യൻസും കണ്ടുവരാറുണ്ട്. ഈസി ആയിട്ട് തോന്നും, പക്ഷേ ഇത് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി ചക്കയുടെ മഹാത്മ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഫോർ അവർ നോളജ് മാത്രം വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. ഏറ്റവും കൂടുതലുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ. ചക്ക നല്ല മധുരമുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അതിനകത്ത് കൂടുതലുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്. കൊഴുപ്പ് വളരെ കുറച്ചാണ് വരുന്നുള്ളത്. വിറ്റാമിൻ സിയും ഇയും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഡിയം, കാൽസ്യം, പൊട്ടാഷ്യം, അയൺ, മാഗ്നീഷ്യം, മാംഗനീസ് തുടങ്ങിയ ഘടകങ്ങളും നമ്മുടെ 100 ഗ്രാം ചക്കയിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചക്ക വളരെ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. പിന്നെ പൈനാപ്പിൾ ജാമിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അത് ചെയ്ത് നോക്കാം. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം ഉയർന്ന താപനിലയിൽ ഭക്ഷണത്തിന് പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ചെയ്യാറുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പാല് നമ്മൾ തിളപ്പിക്കാറില്ലേ നമ്മുടെ വീടിനകത്ത്. അത് തിളപ്പിക്കുന്നതിന് മുന്നേ തന്നെ അത് പാക്കറ്റിലല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ ആ പാക്കറ്റിനകത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സൂക്ഷ്മജീവികൾ അതിനകത്ത് വരാത്തത്? അതെപ്പോഴും നമ്മൾ റെഫ്രിജറേറ്ററിൽ തന്നെയാണ് സൂക്ഷിക്കുക അല്ലേ. അല്ലെങ്കിൽ തന്നെ അതിനകത്ത് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നുള്ളൊരു പ്രക്രിയ അതിനകത്ത് തന്നിട്ടുണ്ട്. അതെന്തിനാണ് സംരക്ഷിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാലിൽ കേടുവരാതെ ഈ പറഞ്ഞിരിക്കുന്ന പാസ്ചറൈസേഷൻ മെത്തേഡിലൂടെ നമുക്ക് പാലിനെ സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ പാല് ചൂടാക്കുന്നു. 15 മുതൽ 30 സെക്കൻഡ്, ചെറിയ സമയമാണ്. അത്ര ടൈം വരെ നമ്മൾ 70 ഡിഗ്രി സെൽഷ്യസിൽ പാല് ചൂടാക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് അതിനെ തണുപ്പിക്കുന്നു. നല്ല ചൂടാക്കുന്നു, എന്നിട്ട് അതിനെ പെട്ടെന്ന് തണുപ്പിക്കുന്നു. അപ്പോൾ ഈ താപവ്യതിയാനം ഉണ്ടായല്ലോ, അത് ഉയർന്ന ടെമ്പറേച്ചറിൽ നിന്ന് പെട്ടെന്ന് താഴ്ന്ന ടെമ്പറേച്ചറിലോട്ട് വരികയാണ്. അപ്പോൾ പല നമ്മുടെ സൂക്ഷ്മജീവികളുടെയും കോശസ്തരം പൊട്ടിപ്പോകുന്നു. അങ്ങനെ അവർ നശിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ദ്രാവകാവസ്ഥയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, കേടുവരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ. നമ്മളെ വീടുകളിലല്ല, ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഇത് ചെയ്യുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുപിടിച്ചതാരാണ്? ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ രീതി കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അതിന് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ലൂയി പാസ്റ്റർ ആണ്. ഓക്കെ ആണല്ലോ. പാസ്ചറൈസേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഉണക്കമീൻ കണ്ടിട്ടുണ്ട് അല്ലേ. ഉണക്കമീൻ നമ്മൾ മീൻ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് മോശമായി പോകുന്നുള്ള ഒരു സാധനമാണ് മീൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മീനിനെ നമ്മളെങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? ആദ്യം അവർ ഉപ്പിലിട്ട് വെക്കും, എന്നിട്ട് അതിനെ ഉണക്കുക അല്ലേ. അപ്പോൾ അതാണ് ഉണക്കമീൻ. ഉണക്കമീൻ കഴിച്ചവർക്ക് അറിയാം അതിന് ഉപ്പിൻ്റെ ഒരു സ്വാദുണ്ട് അല്ലേ. നമ്മൾ ഉപ്പിട്ടില്ലെങ്കിലും ഉണക്കമീനകത്ത് ഉപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് മോശമായി പോകുന്നുള്ള ഒരാളാണ് ഈ മത്സ്യം എന്ന് പറയുന്നത്. വലിയ ശീതീകരണികൾ ഉപയോഗിച്ചാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യം, മാംസം തുടങ്ങിയവ കേടുകൂടാതെ
കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ നമ്മളെ വീടുകളിലേക്കൊക്കെ ഇങ്ങനെ വാഹനത്തിലൊക്കെ വിൽക്കാൻ വരുന്നവർ ഐസിലിട്ടിട്ടാണ് എപ്പോഴും മീനിനെ കൊണ്ടുപോകുന്നുള്ളത് അല്ലേ. അല്ലെങ്കിൽ എന്താണ്, മീൻ പെട്ടെന്ന് മോശമായി പോകുന്നുള്ള ഒരാളാണ്. നമ്മുടെ പാലൊക്കെ പോലെ, പാല് നമ്മൾ പുറത്ത് വെച്ചാൽ മോശമാവില്ല, അതുപോലെ തന്നെ ഈ മീൻ, അതുപോലെ തന്നെ മുട്ട അത്ര പെട്ടെന്നൊന്നും മോശമാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ, അതുപോലുള്ള മാംസം, അതുപോലുള്ള മാംസവും മത്സ്യമൊക്കെ പെട്ടെന്ന് മോശമായി പോകുന്നതാണ്. പിന്നെ ഈ ഐസ് നിർമ്മിക്കുമ്പോൾ, ഈ ഐസ് നമുക്കറിയാം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താൽ പെട്ടെന്ന് അത് എന്താണ് ഉരുകിപ്പോവും. അപ്പോൾ അങ്ങനെ അത് പെട്ടെന്ന് ഉരുകിപ്പോവാതിരിക്കാൻ വേണ്ടി എന്താണ് അതിനകത്ത് അവർ ആഡ് ചെയ്യുന്നുണ്ട്, അമോണിയം ക്ലോറൈഡ് ചേർക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന നില ലഭിക്കുന്നതിനും വേണ്ടി അമോണിയം ക്ലോറൈഡ് അവർ ചേർക്കാറുണ്ട്. പക്ഷേ ഈ അമോണിയം ക്ലോറൈഡ് നമ്മുടെ വയറ്റിന് ദോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് പറയുന്നത് ഈ മത്സ്യം വാങ്ങിയപാട് ഒരുപാട് പ്രാവശ്യം അതിനെ നമ്മൾ നല്ല വൃത്തിയിൽ കഴുകണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അമോണിയം ക്ലോറൈഡ് അതിനകത്ത് അവർ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ദോഷമാണ്. അതുകൊണ്ട് നമ്മൾ നല്ല വൃത്തി കഴുകുകയാണെങ്കിൽ അത് ആ മീനിൻ്റെ ഇതിൽ നിന്നും നമ്മൾ വാങ്ങിച്ച മീനിൽ നിന്ന് അത് പോയി കിട്ടും. അപ്പോൾ അത് കഴുകിയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധദ്രവ്യങ്ങളൊക്കെ അവരൊക്കെ ആണെങ്കിൽ മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവർ കൃഷി ചെയ്യുന്ന സമയത്ത് പലതരം കീടനാശിനികൾ അതിനകത്ത് പ്രയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളെടുത്ത് എപ്പോഴും പറയാറില്ലേ, പച്ചക്കറികൾക്ക് നല്ല വൃത്തി കഴുകണം എന്ന് പറയാറില്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ഈ കീടനാശിനികൾ ഏതെങ്കിലും അംശം അതിൻ്റെ പുറത്ത് ബാക്കിയായിട്ടുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെയധികം ദോഷം വരുന്നുള്ള കീടനാശിനികളാണ്. അത് കുറച്ചൊക്കെ ആയിട്ട് ഓരോ പ്രാവശ്യം കയറി വരുമ്പോഴാണ് പിന്നീട് അത് വലിയ പ്രശ്നമായിട്ട് വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും കഴുകി ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇത്തരം സുഗന്ധദ്രവ്യങ്ങളും, പലതരം സുഗന്ധദ്രവ്യങ്ങളില്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാണ്ട് അതിനെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി വായു കടക്കാതെ നമ്മളിപ്പോൾ ബ്രെഡൊക്കെ ബ്രെഡൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, അതിനെ പൊട്ടിച്ച പാക്കറ്റിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മോശമാവും അല്ലേ. ബ്രെഡ് തന്നെ വേണമെന്നില്ല, ഏതൊരു ഭക്ഷ്യവസ്തു എടുത്താലും നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മോശമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും അതിനെ വായു കടക്കാതെ വേണം അതിനെ നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ ഏത് കടയിൽ നിന്ന് ഏത് സാധനം വാങ്ങിച്ചാലും നമുക്കറിയാം വായു കടക്കാത്ത നല്ലൊരു പാക്കറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നുള്ളത്. വായു കടക്കാത്ത വിധം അവർ അതിനെ പാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്തുള്ള വായു അവർ നീക്കം ചെയ്യും. ഇപ്പോൾ നമ്മൾ ഏതൊരു ഫുഡ് എടുത്താലും, ഇപ്പോൾ നമ്മൾ ചിപ്സിൻ്റെ ഒക്കെ പാക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള വായു അവർ നീക്കം ചെയ്തിട്ട് നൈട്രജൻ ഗ്യാസ് നിറച്ചിട്ടാണ് നമുക്ക് തരുന്നുള്ളത്. പിന്നെ പാക്ക് ചെയ്ത ശേഷം അവർ അണുവിമുക്തം ആക്കി കൂടിയിട്ടാണ് തരുന്നുള്ളത്. ടിന്നിലടച്ച ഭക്ഷ്യവസ്തുക്കളിലൊക്കെ, അതായത് നമ്മുടെ നെയ്യ്, ജാം അതുപോലുള്ളവർക്ക് നമ്മൾ ടിന്നിലല്ല കിട്ടുക, പാക്കറ്റിലല്ലല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ അവർ അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമാണ് തരുന്നുള്ളത്. സൂക്ഷ്മജീവികൾ ടിന്നുകളിലേക്ക്, ഭക്ഷ്യവസ്തുക്കളിലേക്ക് എത്തുന്നത് തടഞ്ഞാൽ കുറേ കാലം അവർ കേടുവരാതെ സൂക്ഷിക്കാം. നമ്മൾ കണ്ടിട്ടുണ്ട്, അരവണ പായസമൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു ടിന്നിലാണ് അവർ തരുന്നുള്ളത്. ഇതുപോലുള്ള ടിന്ന് കണ്ടപ്പോൾ ഓർമ്മ വന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പെപ്സി പോലുള്ള ഡ്രിങ്ക്സൊക്കെ ഇതുപോലുള്ള ടിന്നിലാണ് കിട്ടുക. അപ്പോൾ അതൊക്കെ എന്താണ്, അതിനകത്ത് അവർ വായു നീക്കം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സൂക്ഷ്മജീവികൾ കടക്കാണ്ട് അവർ നല്ല വൃത്തിയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കത് കേടുവരാതെ ഒരുപാട് കാലം സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെയാണ് പ്രിസർവേറ്റീവുകൾ. അതായത് നമ്മൾ ഒരുപാട് മെത്തേഡ് പറഞ്ഞല്ലോ. അതായത് ഉപ്പിലിട്ട് വെക്കുക, ഉണക്കി സൂക്ഷിക്കുക, വായു കടത്താണ്ട് വെക്കുക, ചൂടാക്കി വെക്കുക, റെഫ്രിജറേറ്ററിൽ വെക്കുക, അങ്ങനെ പലതരം മെത്തേഡ് കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ പല ഇൻഡസ്ട്രീസിലും അവരെന്ത് ചെയ്യും, പ്രിസർവേറ്റീവുകളെ ആഡ് ചെയ്യും. ഈ പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉപ്പും പഞ്ചസാരയും ഒക്കെ ഒരു പ്രിസർവേറ്റീവാണ്. പ്രിസർവേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, അപ്പോൾ ശരിക്കും ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കളാണ് ഈ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. ഭക്ഷണ വസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നവരെയാണ് നമ്മൾ പ്രിസർവേറ്റീവ് എന്ന് പറയാം. ഉപ്പു ലായനി, പഞ്ചസാര ലായനി, അതുപോലെ തന്നെ എണ്ണ, ഇതൊന്നും നമ്മൾ പറയാത്ത ആൾക്കാരാണ്. വിനാഗിരി, ഇവരൊക്കെ പ്രിസർവേറ്റീവുകളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പഞ്ചസാരയും ഇതൊക്കെ നമ്മൾ മുന്നേ തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അത് പരമ്പരാഗത രീതിയാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ ഒരുപാട് കൃത്രിമ രാസവസ്തുക്കൾ ഈ പ്രിസർവേറ്റീവുകളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിനുദാഹരണമാണ് പൊട്ടാസ്യം സൾഫേറ്റും സോഡിയം ബെൻസോയേറ്റൊക്കെ. സോഡിയം ബെൻസോയേറ്റും പൊട്ടാസ്യം സൾഫേറ്റൊക്കെ ഈ കൃത്രിമ പ്രിസർവേറ്റീവുകൾക്ക് ഉദാഹരണമാണ്.
പിന്നെ എന്താണ് മായം കലർത്തൽ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് എന്തിലാണ് ചായപ്പൊടിയിലൊക്കെ മായമുണ്ട്, അതുപോലെ തന്നെ മുളക് പൊടിയിൽ ഓട് പൊടിച്ച് ചേർക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പലതരം മായം ചേർക്കൽ ഇവർ ചെയ്യാറുണ്ട്. എന്താണ് ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളത് അല്ലേ. ഇപ്പോൾ മുളക് പൊടിക്കകത്ത് ഓട് പൊടിച്ച് ചേർക്കുന്നു, അപ്പോൾ അതെന്താണ് അവയോട് അതിൻ്റെ നിറവും മുളക് പൊടീൻ്റെ നിറവും ഏകദേശം ഒന്നാണ്. അവയോട് സാദൃശ്യമുള്ളതും എന്നാൽ വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ മറ്റു വസ്തുക്കൾ കലർത്തുന്നതാണ് എന്ത് മായം ചേർക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാലിൽ ഉദാഹരണത്തിന് വെള്ളം ചേർക്കാം, നമുക്കത് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല അല്ലേ. അങ്ങനെ പാലിൽ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ചേർക്കാം. മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർക്കുന്നു, അതുപോലെ തന്നെ കാപ്പിപ്പൊടിയിൽ പുളിങ്കുരുവിൻ്റെ തോട് പൊടിച്ച് ചേർക്കുന്നു. ഇതൊക്കെ എന്താണ് മായം ചേർക്കലാണ്. ഇവിടെ നമുക്ക് നോക്കാം, പുളിങ്കുരുവിൻ്റെ തോടൊക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണ്, അതിന് വിലയുമില്ല. അപ്പോൾ എന്താണ് അതൊക്കെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് വിൽക്കാൻ സാധിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മായം ചേർക്കൽ എന്ന് പറയാം. ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്യുന്നതും മായം ചേർക്കലായി കണക്കാക്കാം. ഗുണനിലവാരങ്ങളുള്ള ഘടകങ്ങൾ നീക്കം ചെയ്യുന്നതിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, നമ്മൾ പറഞ്ഞ മായം ചേർക്കലായി കണക്കാക്കാം. ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുരുമുളകിൽ ഉണങ്ങിയ പപ്പായക്കുരു മിനറൽ ഓയിൽ കോട്ടിങ് കൊടുക്കുന്നത്, ഇതൊക്കെ എന്താണ് മായം ചേർക്കലാണ്. ഇത് കരൾ സംബന്ധമായ രോഗവും ഉദരത്തിന് അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു. പരിപ്പിനകത്ത് കേസരിപ്പരിപ്പ് ആഡ് ചെയ്യുന്നു. പാലിനകത്ത് ജലം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ആഡ് ചെയ്യുന്നു. മുളക് പൊടിക്കകത്ത് ഇഷ്ടികപ്പൊടി ആഡ് ചെയ്യുന്നു. പഞ്ചസാരക്കകത്ത് ചോക്ക് പൗഡർ, റവ അല്ലെങ്കിൽ നേർത്ത മണൽ ആഡ് ചെയ്യുന്നു. തേയിലയിൽ കൃത്രിമ ചായം ആഡ് ചെയ്യുന്നു. അത് പറയുമ്പോഴാണ് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ വീടിനകത്ത് എന്താണ് ചെറിയ പൈസക്ക് കിട്ടുന്ന ഉപ്പുണ്ടല്ലോ, 10 രൂപക്കൊക്കെ കിട്ടുന്ന ഒരു പാക്കറ്റായിരുന്നു വാങ്ങിച്ചത്. അത് നമ്മൾ എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കഴിക്കാനല്ല, പശുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ ഒരു പ്രാവശ്യം നമുക്ക് എന്തിനും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ കിച്ചണിൽ അത് യൂസ് ചെയ്യേണ്ടി വന്നു. മീൻസ് അന്ന് യൂസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ ഉപ്പിനകത്ത് എന്തുണ്ട്, മെഴുക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഉപ്പ് പോലെ തന്നെയാണ് അതിൻ്റെ ഷേപ്പ്, പക്ഷെ നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റും വരില്ല. ആ ഉപ്പിനൊരു വെയിറ്റ് കൂട്ടാൻ വേണ്ടി മാത്രം അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഉപ്പിൻ്റെ അതേ കല്ലുപ്പായിരുന്നു, ആ കല്ലുപ്പിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, മെഴുക്. ഒരുപാട് കഷ്ണങ്ങളുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു കിലോൻ്റെ പാക്കറ്റ് ആയിരുന്നെങ്കിൽ അതിൽ 3/4 ഉപ്പായിരിക്കാം, 1 ഗ്രാം മൊത്തം എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരിക്കുന്നത്, 1 കിലോ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, മെഴുകായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എന്താണ് പലതരത്തിലുള്ള മായം ചേർത്തിട്ടാണ് ഇവർ ഇത് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടിട്ടും അതുപോലെ തന്നെ മണത്തിട്ടൊക്കെ നമ്മളെന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ധാന്യങ്ങളെയും അതൊക്കെ നമ്മൾ മനസ്സിലാക്കാറില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കുരുമുളകും ഇത് കടുകാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കണ്ടിട്ടും മണത്തിട്ടൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെയാണ് പാലിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പാലിന് വെള്ളം ചേർക്കാറുണ്ട്, അതെന്തിനാണ്, അതിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട്. 1 ലിറ്റർ പാലിന് എത്രയാണ് രൂപ, 1/2 ലിറ്റർ പാലിനാണെന്ന് തോന്നുന്നു അല്ല 20 രൂപ വരുന്നുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ പാലിന് 20 രൂപയാണ്. അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താണ് ഒരുപാട് പൈസ അവർക്ക് കിട്ടുന്നതാണ്, അതുകൊണ്ടാണ് അവർ വെള്ളം ചേർക്കുന്നുള്ളത്. അതുപോലെ തന്നെ കൊഴുപ്പ് കൂട്ടണം അല്ലേ, പാലിന് കൊഴുപ്പ് കൂട്ടുന്നുള്ളത് ഇതുപോലെ അന്നജം ചേർത്തിട്ടാണ്. ഈ പാലിൽ നമ്മൾ എന്താണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നുള്ള ഒരു ഉപകരണം ഉപയോഗിക്കാറുണ്ട്. എന്താണ് ലാക്ടോമീറ്റർ? അത് അളക്കുന്നുള്ളത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. അപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ ലാക്ടോമീറ്റർ വെച്ചിട്ട് നമുക്ക് അളന്ന് ശ്രദ്ധിക്കാൻ പറ്റും. അളന്ന് നോക്കാൻ പറ്റും. പിന്നെ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ നോക്കുന്നത്. അതുപോലെ തന്നെ പാലിൽ അന്നജം ചേർത്തിട്ടുണ്ടോ എന്നങ്ങനെയാണ് നമ്മൾ നോക്കുക, അയഡിൻ പരിശോധനയാണ് നമ്മൾ ചെയ്യാം. അയഡിൻ പരിശോധന എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 മില്ലി നമ്മൾ പാലെടുത്തിട്ട് അതിനകത്ത് അയഡിൻ ചേർക്കുക. അങ്ങനെ അയഡിൻ ചേർക്കുമ്പോൾ അതിനകത്ത് അന്നജം കലർന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇരുണ്ട നീല നിറം വരും. എന്താണ്, ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 മില്ലി പാലെടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് അയഡിൻ ഒഴിച്ച് നോക്കിയാൽ, അയഡിൻ 1-2 തുള്ളി മതി കേട്ടോ, അങ്ങനെ ഒഴിച്ച് നോക്കിയാൽ നമുക്ക് ഇരുണ്ട നീല നിറമാണ് കിട്ടുന്നതെങ്കിൽ അതിനകത്ത് എന്താണ്, അവിടെ അന്നജം ചേർന്നിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നുള്ളത്. ആണല്ലോ. അപ്പോൾ ഈ അന്നജം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വെറുതെ കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാൻ പറ്റും. കഞ്ഞിവെള്ളത്തിലൊക്കെ ഒരുപാട് അന്നജം ഉണ്ട് അല്ലേ, അപ്പോൾ അത് നീല നിറത്തിൽ വരും. അതുപോലെ തന്നെ പാലിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കതവിടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരു നിയമമാണ്, ഏതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006, വർഷം ഓർത്ത് വെച്ചോളൂ, 2006
ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നുള്ളത്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ നിയമം 2006 പ്രാബല്യത്തിൽ വന്നത്. 2011 ഇത് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, അതായത് പരിഷ്കരിച്ചിട്ടുണ്ട്, പുതിയ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുകയും അതുപോലെ തന്നെ നീക്കം ചെയ്യുകയൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചില മുൻകരുതലുകൾ നമുക്ക് എടുക്കണം അല്ലേ, അതിനൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ നിയമമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യമാണ് കൊതിപ്പിക്കുന്ന നിറങ്ങൾ എന്ന് പറയുന്നത്. പലതരം കളേഴ്സ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കണ്ടിട്ടില്ലേ, കളറില്ല. ഇപ്പോൾ ഒരു ചിക്കൻ ഫ്രൈ എടുത്താൽ തന്നെ നമുക്ക് നല്ല ചുവന്ന നിറത്തിലാണ് ഇപ്പോൾ അത് കിട്ടാറുള്ളത്. അത് നമ്മൾ വീട്ടിൽ ഒരിക്കലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നിറം കിട്ടില്ല. കാരണം എന്താണ്, അവിടെ അവർ കളറ് ആഡ് ചെയ്യുന്നുണ്ട്. കൃത്രിമ വസ്തുക്കൾ ചേർത്തിട്ടാണ് അവർ ആ കളറ് ആഡ് ചെയ്യുന്നുള്ളത്. പിന്നെ ബേക്കറി ഇനങ്ങളിൽ അല്ലെ, ഒരുപാട് നമ്മളിപ്പോൾ കേക്ക് തന്നെ എടുത്താലും അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു സാധനം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം പലതരം ക്യാൻഡീസൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പലതരം കളറാണുള്ളത്. അതൊക്കെ ഒരിക്കലും നാച്ചുറലായിട്ട് ഇടുന്ന ഒരു സാധനമല്ല, പ്രകൃതിയിലെ ഒരു സാധനമല്ല. അതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നുള്ള ചില രാസവസ്തുക്കളാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചുവപ്പ് എന്ന് വെച്ചാൽ എന്താണ്, കാർമോയ്സിൻ അല്ലെങ്കിൽ എരിത്രൂസിൻ, പോൺസി 4R ഒക്കെയാണ്. മഞ്ഞ ടാർട്രാസിനും സൺസെറ്റ് യെല്ലോ ആണ്. നീലയാണെങ്കിൽ ഇൻഡിഗോ കാർമൈൻ ബില്യൺ ബ്ലൂ ആണ്. അതുപോലെ തന്നെ പച്ച ഫാസ്റ്റ് ഗ്രീൻ ആണ്. അങ്ങനെ പലതരത്തിലുള്ള നിറത്തിന് അവർ പലതരം രാസവസ്തുക്കളാണ് ഇവിടെ ഉപയോഗിക്കുന്നുള്ളത്. പിന്നെ FSSAI, ഇപ്പോൾ നമ്മൾ ഏതൊരു ഫുഡിൻ്റെ പാക്കറ്റ് എടുത്താലും അതിനകത്ത് ഉണ്ടാവും FSSAI സർട്ടിഫൈഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതരം ഫുഡിൻ്റെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഏജൻസിയാണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നത്. അവരുടെ സർട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഭക്ഷണത്തിന് നമ്മുടെ മാർക്കറ്റിലോട്ട് ഇറക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അഗ്മാർക്ക് എന്ന് പറയുന്നുള്ള ഒരു ഗുണനിലവാരമുണ്ട്. അഗ്മാർക്ക്, അതിപ്പോൾ നമ്മൾ ചിലതിനകത്ത് അഗ്മാർക്ക് കണ്ടിട്ടുണ്ടാവും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധാന്യങ്ങൾ അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ അവയുടെയൊക്കെ അതുപോലെ തന്നെ ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നുള്ള മുദ്രയാണ് അഗ്മാർക്ക്. അപ്പോൾ FSSAI അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, അഗ്മാർക്ക് എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ പാക്കറ്റുകളിൽ നിങ്ങൾ നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓരോ പാക്കറ്റ് എടുത്ത് ബാക്കിൽ നോക്കിയാൽ ഇതുപോലുള്ള ഇത് കാണും. അതിനകത്ത് എന്താണ്, അത് വെജിറ്റേറിയൻ ഫുഡാണ്. അതിനകത്ത് നോൺ വെജ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ അടങ്ങിയിട്ടില്ല. നോൺ വെജ് എന്ന് വെച്ചാൽ എന്താണ്, അതിനകത്ത് എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ട്. അത് ഏത് ഫുഡ് എടുത്താലും, ചെറിയൊരു ബിസ്ക്കറ്റ് എടുത്താലും, ഈവൻ ഒരു മഞ്ചിൻ്റെ പാക്കറ്റ് എടുത്താൽ വരെ നിങ്ങൾക്ക് ആ സാധനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും ഒരു പാക്കറ്റിനകത്ത് എന്തുണ്ടാവണം, എക്സ്പയറി ഡേറ്റ് വേണം. പിന്നെ നമ്മൾ പറഞ്ഞ ഈ ഗുണനിലവാരം FSSAI അതുപോലെ തന്നെ അഗ്മാർക്ക് പോലുള്ള ഗുണനിലവാരങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ പാക്ക് ചെയ്ത തീയതി വേണം, എക്സ്പയറിങ് ഡേറ്റ് വേണം. എക്സ്പയറി ഡേറ്റും പാക്ക് ചെയ്ത തീയതിയും വേണം. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, എന്തൊക്കെ കൊണ്ടാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത്, അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ്. ഇതൊക്കെ നിങ്ങൾ ഏതൊരു പാക്കറ്റ് എടുത്താലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ നിർമ്മാതാവ്, ആരാണ് നിർമ്മാതാവ്, അവരുടെ പേര്, വിവരങ്ങൾ, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. പിന്നെ പരമാവധി വില MRP, അതിൽ കൂടുതൽ നമ്മളടുത്ത് നിന്ന് അവർ വാങ്ങിക്കാൻ പാടില്ല. അങ്ങനെ ഒന്ന് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെജാണോ നോൺ വെജാണോ, ഇത്രയും കാര്യങ്ങളാണ് ഒരു പാക്കറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. സോ താങ്ക് യു.